പൈസ ചേച്ചി മോനിപ്പോ പോയിട്ട് നാളെ വൈകുന്നേരം വരുമോ? നാളെ തരാം. എന്ത് ചേച്ചി ഇവിടെ പറഞ്ഞ എല്ലാ ചിട്ടിക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ മാത്രം ചിട്ടി പൈസക്ക് ഒരു 50 തവണയെങ്കിലും കയറി ഇറങ്ങണം. എന്തോ ചേച്ചി ഒരു 500 രൂപയ്ക്ക് വേണ്ടി പൈസ എടുത്തിട്ട് വായിച്ചു വേറെ വീടുകളിൽ ഞാൻ പൈസ എടുത്ത് വെച്ചതാ. അതിപ്പോ എവിടെ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ലാതായി. പിന്നെ നോക്കിയിട്ട് കാണാത്തോണ്ടാ. ചേച്ചി ചേട്ടനോട് ചോദിച്ചു നോക്ക്. ചേട്ടനില്ല ഇവിടെ. ചേട്ടനും ഇല്ല, ചേച്ചിക്ക് പൈസ എവിടെ ഇരിക്കുന്ന അറിയത്തുമില്ല. ചേച്ചി പൈസ എടുത്തിട്ട് വായിച്ചു എനിക്ക് വേറെ വീടുകളിൽ പൈസ പിരിക്കാനുള്ള. എന്നാ മോനൊരു കാര്യം ചെയ്താ വൈകുന്നേരം ഇറങ്ങിക്കോ. എല്ലാ വീടുകളിലെല്ലാം പിരിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം ഈ വഴി വന്ന് എടുത്തു തരാം. ചേച്ചി പൈസ എടുത്ത് വെച്ചേക്കണേ ചേച്ചി, എനിക്ക് നടക്കാൻ വയ്യാത്തോണ്ടാണ്. എടുത്തു തരാം. എന്നാലും പൈസ എവിടെ പോയി? ചേട്ടാ ഈ വെയിലത്ത് നടക്കാൻ ഭയങ്കര പാടാണ് ചേട്ടാ. ഇനി വൈകിട്ട് വരുമ്പോഴെങ്കിലും ആ പൈസ ഒന്ന് എടുത്ത് വെച്ചേക്കണേ ചേട്ടാ. ഒരു സുഖമില്ലാത്ത പയ്യന്. എനിക്കറിയാമെന്നുള്ളതാണ്. ഞാൻ വിളിക്കും. ശരി 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 ഓക്കെ. ഓ ശരിയടാ, വിളിക്കടാ, ഞാൻ വിളിക്കടാ. അത് നല്ലൊരു ചെറുക്കനായത്, പെട്ടെന്ന് സുഖമില്ലാതായി. കൊച്ചു കൃഷ്ണൻ മേശരിയോ മോനെ. നമുക്കന്ന് കോഴിക്കോട് പണിയാമെന്ന് എഫച്ചും പേപ്പർ ഉണ്ട് കൂടെ. പാവം കണ്ടാ വല്ല കുറവുണ്ട്. ഇങ്ങനെ തന്നെ. നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായല്ലോ, ഈ നേരത്തെ എവിടെ പോയത് അങ്ങോട്ട്? ഞാൻ നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ഇപ്പോൾ വണ്ടിയുടെ മേളിൽ അതിലേ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് അങ്ങോട്ട് കയറി ചെറിയൊരു നോട്ടീസ് അടിച്ചു. അപ്പോൾ അത് കുറേ കറക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനും പ്രസിഡന്റും കൂടെ വണ്ടിക്കകത്തിരുന്നിട്ട് അതെല്ലാം കറക്റ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്ത് വേറൊരു വലിയ മേളിലത്തെ ഹെഡിങ്ങിൽ വലിയത്. നിങ്ങളെന്താ മുഖത്ത് നോക്കാത്ത? മുഖത്ത് നോക്കാത്ത എന്താ? അതൊക്കെ എന്താണ് പ്രസിഡന്റ് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിരിച്ച പാർട്ടിയിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് 1000 നോട്ടീസ് അടിക്കാൻ പറഞ്ഞപ്പോൾ 10000 നോട്ടീസ് അടിച്ചു വെച്ചേക്ക്. അതല്ലേ ഭയങ്കര കഷ്ടം. അതെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എടുത്തിട്ട് പോയില്ലേ ഒരു 500 രൂപ? അതിങ്ങത്താ. 500? എവിടെ? 500 രൂപ രാവിലെ ഉച്ചയ്ക്ക് മറ്റേ ചേച്ചി വന്നപ്പോ എന്നോട് ചോദിച്ചില്ലേ 500 രൂപ? ചേച്ചി 500 രൂപ നിന്റെ കയ്യിലല്ലേ തന്നത്? അതെ, ആ പൈസ ക്ലീറ്റ് ഇപ്പൊ അതിന്ന് എടുത്തിട്ട് പോയല്ലോ. ആരെടുത്തു? നിങ്ങളെടുത്തു. തമാശ കളിക്കല്ലേ. തമാശയല്ല, ഞാൻ പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞതാണ്. പൈസ അതെ, നിന്റെ 500 ഉണ്ട്, എനിക്കിപ്പോ ഒന്നും സാധിക്കാനില്ല. ഒന്നും സാധിക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ക്ലീറ്റോ പൈസ എടുത്തിട്ടുണ്ട്, അല്ലാതെ പൈസ പോവില്ല. ഞാൻ എടുത്തിട്ടില്ല. ആണോ? നീ എന്താണ് പോലീസുകാരന്മാർ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ എടുത്തില്ല എന്ന് പറയില്ലേ, പിന്നെന്താണ്? അതിന് നിങ്ങളെന്തിനു ചൂടാവണേ? അല്ലെങ്കിൽ ഈ കള്ളത്തരം കാണിക്കണവനെ ആവശ്യമില്ലാതെ ചൂടാവും. അതെയോ? എന്നാല് ഞാൻ എടുത്തിട്ടില്ല 500 രൂപ. ഞാനത് കണ്ടിട്ടുമില്ല. നീ എവിടാന്ന് വെച്ചാൽ അവിടെ പോയി നോക്ക്. പോരെ? ക്ലീറ്റോ തമാശ കളിക്കരുത്. എന്നത്തെയും പോലെയല്ലേ തമാശ കളി? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? നീ കാശ് വെച്ചിട്ട് പോയി നോക്കടി. ക്ലീറ്റോ പൈസ എടുക്കും. ക്ലീറ്റോ ഇത് പൈസ എടുക്കെന്ന് പറഞ്ഞ ഞാൻ പൈസ എടുത്തോ നിന്റെ? എനിക്കും ക്ലീറ്റോനെ അറിയാം ക്ലീറ്റോ പൈസ എടുത്തിട്ടുണ്ടെന്നുള്ള. പിന്നെ എന്തിനാ ഈ ഉരുണ്ട് കളിക്കണേ? എന്റെ തങ്ക ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ പൈസ എടുക്കാതെ എവിടെ പോവാൻ? പൈസ പറന്നു പോയിട്ടുണ്ടാവും. ഇത് എന്തൊരു കഷ്ടമാണ് മനുഷ്യന്. ഇത്രയും നാള് പിന്നെ കൊള്ളരുതാത്തവനായിരുന്നു, ഇപ്പൊ കള്ളനും കൂടെ ക്ലീറ്റോ. ഞാൻ എനിക്ക് 2 ദിവസം കഴിയുമ്പോ വേറെ പൈസ കിട്ടും, അത് ക്ലീറ്റോന് തരാം അത്യാവശ്യമാണെങ്കിൽ. ഇപ്പൊ ചിട്ടി പൈസ കൊടുക്കാനുള്ളത്. എനിക്ക് ആ പൈസ വേണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ നിന്റെ പൈസ എടുത്തിട്ടില്ല. സത്യമാണോ ക്ലീറ്റോ? അല്ല, ഞാൻ നുണ പറയണത്. ആ കൊച്ചു കേക്കരുത്. അതിന് എന്നെ കള്ളനും കൂടെ അയക്കാം അതിന്റെ മുമ്പ് വെച്ച്. പിന്നെ പൈസ എവിടെ പോയി? ഞാനിനി എന്ത് ചെയ്യും? പൈസ എവിടെ പോയി? പൈസ ഞാൻ എടുത്ത് വിഴുങ്ങിയടി. എന്ത് കാണാതെ പോയി ഉടനെ ഇത് എന്താണിത്? അല്ല പിന്നെ പൈസ എവിടെ പോയി ക്ലീറ്റോ? വെച്ചെടുത്ത് നോക്കണം. നീ എവിടെയാണ് വെച്ചാൽ നോക്ക്, ആലോചിച്ച് നോക്ക്. എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് വേണം ബാക്കിയുള്ള തന്നെ സമാനങ്ങളാണ്. നമ്മൾ അവിടെ നിന്നപ്പോഴത്തേനും ആ ചേച്ചി പൈസ ആയിട്ട് വിളിച്ച് ഞാൻ ആ പൈസ മേടിച്ചോണ്ട്. വിളിച്ചപ്പോ നിന്റെ കയ്യിലല്ലേ ചേച്ചി ആ പൈസ തന്നത്? ആ പൈസയും കൊണ്ട് നീ എന്നിട്ട് നേരെ എങ്ങോട്ട് പോയി എന്ന് ആലോചിച്ച് നോക്ക്. എവിടെ പോയി? ആ പൈസയും കൊണ്ട് നേരെ ഞാൻ അടുക്കളയിലോട്ട്. ആണല്ലോ. എന്നാ പിന്നെ എന്റെ പൊന്നു മോള് അടുക്കളയിലേക്ക് പോ. എന്റെ പൊന്നു മോള് സമാധാനത്തിൽ പോയി അവിടെ എവിടാന്ന് വെച്ചാ അടുക്കളയിൽ നടരാനൊന്നും എടുത്തില്ല. 300 രൂപ സാധനം കിട്ടില്ല, 400 രൂപ സാധനമാണ് കിട്ടി, 100 രൂപ ബാക്കിയുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഈ സാധനം നിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ പിന്നെ ഒന്ന് എടുത്തോളാം. വീട്ടിൽ കൂടി ശരിയാവില്ല, അവിടെ ബുദ്ധിരക്ഷണം ആകെ പ്രശ്നമായിരിക്കും. ശരി, അത് ഇവിടെ അതിനേക്കാളും പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യും, നീ സാധനം വെച്ചിട്ട് റോഡിലോട്ട് നിൽക്കി. അതാ നല്ലത്. ഇവിടെ പ്രശ്നം ഇച്ചിരി വശക്കേടാ. 100 രൂപയ്ക്ക് നീ എന്തെങ്കിലും ടച്ചിൽ നിന്ന് വാങ്ങിച്ചാൽ പോലെ പൈസയും ബാക്കി എടുത്ത് വിളിച്ചത് ആളറിയിക്കാതെ കാര്യം ചെയ്യും. നടരാനെ വയറിന് ഗ്യാസിന്റെ പ്രശ്നം. അപ്പൊ കഷായം വാങ്ങിച്ചിട്ട് ഞാൻ കട പറഞ്ഞു കൊടുത്തു. അവിടെ പോയി അത് വാങ്ങിച്ചിട്ടേ അങ്ങനെ വരണ വഴിയാണ്. അത് കുടിച്ചാ മാറും. ഇനി ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറയണോ? എന്ത്? അല്ല, ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വിശദീകരിച്ച് തരണോ പൈസയുടെ കാര്യമേ? എന്ത് പൈസ? ഏത് പൈസ?
എന്തിനാ ക്ലീറ്റോ എന്നെ ഇങ്ങനെ പൊട്ടിയാക്കണം നിങ്ങള്? ഞാൻ എന്ത് ദ്രോഹാ നിങ്ങൾക്ക് ചെയ്തത്? നീ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കണ? കാര്യം അറിയാതെ സംസാരിക്കുന്നത് ഉള്ള കാര്യം അറിയാതെ അല്ല, ഞാൻ മിച്ചം പിടിച്ച പൈസ അല്ലാന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാലോ. ആ പൈസ എടുത്തിട്ട് പോയിട്ട് ഇമാതിരി തോന്നിയവാസം കാണിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? നീ പൊക്കോ. ഇതേപോലെയുള്ള നാണം ഇല്ലാത്ത കുറെ പാർട്ടിക്കാരും ഉണ്ട് നിങ്ങൾ ഈ ലോകത്ത്. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പാർട്ടിക്കാരെല്ലാം പറഞ്ഞോണ്ടല്ലോ. എന്താ പറഞ്ഞാല് നിങ്ങൾക്ക് തോന്നിയ ദിവസം കാണിക്കണേന് ഒരു അതിര് വേണ്ടേ? ഇത് നിന്റെ കാശ് അല്ലാന്ന് പറഞ്ഞില്ലേ? പിന്നല്ലാതെ നിങ്ങൾക്ക് എവിടുന്ന് കാശ് കിട്ടി? എന്റെ പല വഴി കൂടെ കാശ് വരും. ഏത് വഴി കൂടി? നിങ്ങളുടെ 10ന്റെ വയസ്സില്ലായിരുന്നല്ലോ. ഒരു 500 രൂപ നിനക്ക് ഇവിടെ ഉള്ളത്, അത് മാത്രമേ ലോകത്ത് 500 ആയിട്ടുള്ളൂ. വേറെ നിങ്ങൾക്ക് ആര് തരാൻ? എനിക്ക് തരാൻ ഒരുപാട് കർത്താവ് തന്നു. കർത്താവിന് വേറെ പണിയില്ല, കർത്താവ് കള്ളന്മാരുടെ കൂടെ. കാര്യം ഞാൻ പറയാം, എന്റെ ആൾക്കാരെ മുമ്പ് ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട്, കൊച്ചിന് മുമ്പ് വെച്ചു അവർക്ക് പരിസരം പോകുമല്ലോ. എന്തൊരു നാണം! നിന്റെ കാശ് ഞാൻ എടുത്തെങ്കിൽ ഞാൻ നാണിച്ചാൽ മതി. സ്വഭാവം നല്ലതാണ്. നിങ്ങൾ കള്ളനല്ലാന്ന് ഇനി ആർക്കറിയാം? ഒരു കാര്യം ചെയ്യും, എന്റെ നെറ്റിൽ എഴുതി വിട്ട് എന്നിട്ട് മയക്കും വെച്ചിട്ട് വിളിച്ച് പറ, ഞാൻ കള്ളനാണ്, നിന്റെ കെട്ടിയോ കള്ളനാണ്. കള്ളനാണെന്ന് അറിയാം നീ. അത് തന്നെ ഞാൻ പറഞ്ഞത്. നീ ആയിട്ട് ജംഗ്ഷനിലും കൂടെ ഇറങ്ങി പറയാം, അറിയാത്തവരെ. അല്ലേ എന്റെ കയ്യില പൈസ വന്നാ അവക്ക് സംശയമായി, ഞാൻ കള്ളനായി, അവളെ പൈസയായി. സ്വന്തം മനസാക്ഷിനോട് ചോദിച്ചു നോക്ക്. കൊച്ചു നിങ്ങളുടെ പൈസ എടുത്ത് കള്ളും കുടിച്ച് കൂത്താടി നടക്കാനല്ലേ നിങ്ങൾക്ക്? അതെ, ഞാൻ ഈ നിന്റെ പൈസ എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു, അത് മനസ്സിലാക്കണം. എനിക്ക് നിന്റെ പൈസ വേണ്ട. വിശ്വസിക്കാൻ ഞാൻ പൊട്ടിയല്ല ക്ലീറ്റോ. എന്റെ കർത്താവ്, എവിടെ കൂടെ ഇവിടെ കഴിയണമെന്ന് ഇറങ്ങി എങ്ങോട്ടേലും പോണതാണ്. ആര് പിടിച്ചു നിർത്തിയേക്കണോ? ഞാൻ പോയി തരാടി. പോയാലും എനിക്ക് അന്തസ്സായിട്ട് പോയാൽ എന്നെ നോക്കാൻ ആളുണ്ട്. ആരായിക്കോട്ടെ. നിങ്ങൾക്ക് ആരുമില്ല, ഒരു പെങ്ങളുണ്ട്. ഒരാഴ്ച നിന്ന് കഴിയുമ്പോഴത്തേനും അവർക്ക് മടുക്കും. അങ്ങനെ എടി, ഞാൻ അങ്ങോട്ട് പോവാത്തോണ്ടാ അവളെന്നെ 2 കൈ നീട്ടി സ്വീകരിക്കോടെ. പോവാന്ന് പറഞ്ഞ എന്നെ പേടിപ്പിക്കരുത്. നിങ്ങളെ ഇങ്ങനെ സഹിച്ചാൽ എനിക്ക് മതിയായി. കർത്താവേ, ഇത് എന്തൊരു കഷ്ടമാണെന്ന് അറിയാമോ? എന്തെങ്കിലും പൈസയുടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വേറെ കേരളടി നിന്റെ കുടുംബത്തോട്. സൗകര്യം ഉണ്ടായിട്ട് എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ പോകും. പിന്നെ വീടല്ല, എനിക്കുണ്ടടി വീട്. എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് പോവാ. പിന്നെ മേലെ എന്നെ അന്വേഷിച്ചു അങ്ങോട്ട് വന്നേക്കല്ലോ. ഞാൻ പൊക്കോളാം. കുടുംബത്തിനും നാടിനും പ്രയോജനം ഇല്ലാതെ ഇന്ന് നന്നാവും നാളെ നന്നാവും ഓർത്തിട്ട് എവിടെ നന്നാവാൻ? മനുഷ്യനൊക്കെ ഒന്ന് കൊലവഴിക്കല്ലാതെ നിങ്ങൾ ഒന്നും ഒരു കാലത്തും സമ്മതിക്കൂല. നിന്റെ ഒക്കെ കൂടെ നീയൊക്കെ എങ്ങനെ ജീവിച്ചോ? എന്നെ അന്വേഷിച്ച് ഒരെണ്ണം വന്നേക്കല്ലോ. പൊക്കോ, ഇനി ഒന്നും അറിയണ്ടല്ലോ. ഞാൻ പോവാനടി. ഇതിന് മനസ്സമാനം കൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ അങ്ങോട്ട് പോകാൻ. ഒരു സ്ഥലത്തുനിന്ന് മനുഷ്യൻ കൂട്ടി കൊണ്ടുവരുമ്പം അപ്പുറത്തെ സൈഡിൽ കൂടി പൊളിച്ചോണ്ട് വരും. എന്താ ഡാഡിയുടെ വഴക്ക് പറഞ്ഞ എന്തിനാ നിനക്ക് അറിഞ്ഞൂടെ? ഓരോ തോന്നിയാസം കാണിച്ചു വെക്കണ. ഡാഡി ഒന്നും ചെയ്തില്ലേ? പിന്നെ പൈസ എവിടെ പോയി? ഒരു 500 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ വഴക്ക് പറയണ്ടായിരുന്നു. ആണോ? 500 രൂപ വെറുതെ ഉണ്ടാവോ? ആ ചിട്ടിക്കാരന് കൊടുക്കാൻ വേണ്ടി ആ ചേച്ചിയുടെ കൈയും കാലും പിടിച്ച് മേടിച്ചിട്ട് വന്ന പൈസയാ. എന്നിട്ട് ഒന്നും അറിയാതെ കള്ളു കുടിച്ച് കൂത്താടി നടക്കാൻ വേണ്ടിട്ട്. ഡാഡിയാണ് എടുത്തേ, നമുക്ക് എന്ത് ഉറപ്പുണ്ട്? എന്നിട്ട് പൊക്കോ തക്കളി. പിന്നെ ആരെടുക്കോടി പൈസ? നീ എടുക്കോ? ഞാൻ എടുക്കോ? നിങ്ങൾ എന്തിനാ ദിവസം ഇങ്ങനെ രണ്ടുപേരും കൂടെ വഴക്ക് കൂടുന്നത്? അത് നിന്റെ ഡാഡിനോട് ചോദിക്കാം, എന്തിനാ ദിവസം വഴക്ക് കൂടുന്നതെന്ന്. വഴക്കുണ്ടാക്കണേ. അപ്പൊ പൈസ വേണ്ടേ തക്കളി? നീ ഡാഡിയുടെ കൂടെ കൂടി അമ്മേനെ കുറ്റം പറഞ്ഞോ? സാധനങ്ങൾ അറിയോ നീ? അറിയോ? എടുത്തോക്കടി. എടുക്കടി. എന്താ അമ്മയ്ക്ക്? 500 രൂപ. ഈ 500 രൂപയ്ക്കല്ലേ ഇന്ന് ഡാഡി വഴക്ക് പറഞ്ഞേ? ഡാഡി അപ്പഴേ പറഞ്ഞ ഡാഡി എല്ലാം എടുത്തത്. ഇപ്പൊ എന്തുവായി? തറയെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞു. ഡാഡി പാവം എന്തോത്ര അമ്മ വഴക്ക് പറഞ്ഞോ ഡാഡി. പാവം എന്തോത്ര വിഷമിച്ചോണോ. അമ്മ എന്തോ പറഞ്ഞ? ഡാഡി അല്ലാതെ വേറെ ആരും ഇല്ല ഇവിടെ, ഡാഡി എടുക്കുള്ളൂ. ഇപ്പോഴോ അമ്മ ഓരോ സ്ഥലത്ത് മറിഞ്ഞിട്ടിട്ട് എല്ലാം കൂടെ ഡാഡി വേണ്ട. അല്ലേലും എങ്ങനെ എന്റെ അടുത്ത് എന്തെങ്കിലും സോറി പറഞ്ഞു ഡാഡി എടുത്ത് പറ. ഡാഡി എവിടെ?